ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പത്തിനും ഇടിയപ്പത്തിനും ബ്രെഡിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ സ്റ്റൂ ആണ് റെഡിയാക്കിയിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന ഒന്ന് കണ്ടു നോക്കാം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് ഞാൻ ഈ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ചെറിയ കറുവാപ്പട്ട കഷ്ണമാണ് അതിട്ട് കൊടുക്കാം. ഒരു 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. നന്നായിട്ടതൊന്ന് ഇളക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള അങ്ങ് ഒത്തിരി ചുമന്ന് വരവൊന്നും വേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള 1/2 കിലോ ചിക്കനാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 2 ചെറിയ ഉരുളക്കിഴങ്ങും കൂടെ ഇത് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തു. ചിക്കനൊക്കെ ഒന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു ഞാനൊരു 1.5 കപ്പ് തേങ്ങയുടെ 2 കപ്പ് രണ്ടാം പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഒന്നാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്ന ഈ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഒന്ന് വേകാനായിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്നൊരു 3-4 കഷ്ണം പൊട്ടറ്റോ ഒന്ന് മാറ്റി ഒന്ന് മാഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഒന്നെടുക്കാം. ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു വെക്കാം. ഉടച്ച പൊട്ടറ്റോ ഇതിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് തേങ്ങയായിരുന്നു എടുത്തിരുന്നത്. അതിൽ 2 കപ്പ് സെക്കൻഡ് പാൽ നമ്മൾ ഒഴിച്ചു. 1 കപ്പ് ഒന്നാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഒത്തിരി തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഇതിലിരുന്നത് കുറുകി വറ്റി വരും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ ചിക്കൻ സ്റ്റൂവിനൊരു താളിപ്പും കൂടെ കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്ക്കകത്ത് ഞാൻ ആദ്യം കുറച്ച് കാഷ്യൂനട്ട് വറുത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി അടച്ചു വെക്കാം. ആ ബാക്കിയുള്ള നെയ്ക്കകത്ത് നമുക്ക് ഉള്ളിയെല്ലാം മൂപ്പിച്ചിടാം. സ്റ്റൂവിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചതച്ച കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള നെയ്ക്കകത്ത് ഒരു 3 ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ സ്റ്റൂ ഒന്ന് അടച്ചു വെക്കാം.
സ്റ്റൂ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ല. നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു.